ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ആത്മാവിന് ദൈവിക ജ്യോതി പകരുന്ന ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം ഈശോയെ നമ്മുടെ ഇടയിലേക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് നിൽക്കാവുന്നവരാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നിന്ന് ദൈവത്തെ നമ്മൾ ആരാധിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യഥാർത്ഥ സൗന്ദര്യമുള്ളവരായി നമ്മൾ മാറണം. അതിന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ സുന്ദരനാണ് സുന്ദരിയാണ് എന്ന് കാണുന്നതും അങ്ങനെ മറ്റുള്ളവർ പറയുന്നതുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ആന്തരിക ആത്മീയ സൗന്ദര്യം പ്രാപിക്കുക എന്നുള്ളത്. ലോകം ബാഹ്യമായ സൗന്ദര്യത്തിൻ്റെ പുറകെ പോകുമ്പോഴും നാം ആന്തരിക ആത്മീയ സൗന്ദര്യം ലക്ഷ്യം വെച്ച് ജീവിക്കണം എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വചനഭാഗം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കാം. 1 പത്രോസ് 3-ാം അധ്യായം ആദ്യത്തെ 4 വചനങ്ങൾ നമുക്കെടുക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 1 മുതൽ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വം. ഒരുപാട് കാര്യങ്ങൾ പത്രോസ്ലീഹ ഈ വചനഭാഗത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലോകം ലോകത്തിൻ്റെതായ രീതിയിൽ ചിന്തിച്ചേക്കാം. ദൈവമക്കൾ അതേ സ്റ്റാൻഡ് എടുത്ത് പോകരുത്. ലോകം ലോകത്തിൻ്റെതായ വഴികളിലൂടെ പോകുമ്പോൾ ദൈവമക്കൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ പോകാൻ ശ്രദ്ധയുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് നമ്മൾ ജീവിക്കുന്നവരായി മാറും, ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ഇത് സംഭവിച്ച നിരവധി ക്രിസ്ത്യാനികൾ പോലുമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സൗന്ദര്യം ഏതാണ്, അതെവിടെ കിട്ടുന്നതാണ് എന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രിയപ്പെട്ടവർ, നമുക്ക് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സൗന്ദര്യമാണ്. ചർമ്മകാന്തി അല്ല, നമ്മുടെ മുഖത്തിൻ്റെ ഷെയ്പ്പോ വടിവത്ത ശരീരമോ, അതിനേക്കാളെല്ലാം ആത്മാവിൻ്റെ സൗന്ദര്യം. എപ്പോഴാണ് ഈ സൗന്ദര്യം ഉണ്ടാകുക? അത് നമ്മൾ സ്നേഹിക്കുമ്പോഴാണ്. പറയുണ്ട്, ദൈവത്തോട് ചേർന്ന് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഈ സൗന്ദര്യം സ്വന്തമാക്കാൻ സാധിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ചില കാര്യങ്ങളൊക്കെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സങ്കീർത്തനം 37 അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വചനഭാഗം വായിച്ചാൽ നമ്മളൊക്കെ സാധാരണ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഓർഡർ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും.
അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുക. നിങ്ങളുടെ അഭിലാഷങ്ങൾ ദൈവം നടത്തി തരും. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, ആദ്യം എൻ്റെ കാര്യം നടക്കട്ടെ, എൻ്റെ അഭിലാഷങ്ങൾ നിറവേറട്ടെ, ദൈവം എനിക്കായി പ്രവർത്തിക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കാം, ഞാൻ സന്തോഷിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചെന്ന് വരും. അതല്ല, ഏത് അവസ്ഥയിലും നമ്മൾ ആഹ്ലാദത്തോടെ ജീവിക്കുന്നവരാണെങ്കിൽ, അതുകൊണ്ടാണ് 1 തെസ്സലോനിക്ക 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യത്തിലും നേട്ടത്തിൽ മാത്രമല്ല കോട്ടത്തിൽ, സൗഖ്യത്തിൽ മാത്രമല്ല രോഗത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തിൽ ആനന്ദിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവരുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും. നമുക്ക് ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തെ ആനന്ദപൂർവ്വം പാടി സ്തുതിക്കാം. ചിത്തരാൽ സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ആഹ്ലാദ ചിത്തരാൽ സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. തപ്പുകൾ കൊട്ടുവിൻ, കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ. ആർത്തുഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാഴ്ത്തുവിൻ. ആർത്തുഘോഷിക്കുവിൻ, കാഹളം മുഴക്കുവിൻ, ആമോദമോടെ വാഴ്ത്തുവിൻ. എല്ലാവരും ചേർന്ന് ഏകസ്വരത്തിൽ ആഹ്ലാദ ചിത്തര സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. നാഥനായ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് എല്ലാവരും ഹൃദയപൂർവ്വം പാടി പ്രാർത്ഥിക്കട്ടെ. കഷ്ടകാലത്തവൻ മോചനം നൽകിയ ഭാരം നീക്കിതയാ. കഷ്ടകാലത്തവൻ മോചനം നൽകിയ ഭാരവും നീക്കിതയാ. താളമേളങ്ങളാൽ പാട്ടുപാടിയുന്നത് നാമം സദാ വാഴ്ത്തുവിൻ. താളമേളങ്ങളാൽ പാട്ടുപാടിയുന്നത് നാമം സദാ വാഴ്ത്തുവിൻ. എല്ലാവരും ഏകസ്വരത്തിൽ ആഹ്ലാദ ചിത്തര സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. ആഹ്ലാദ ചിത്തര സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. ആഹ്ലാദ ചിത്തര സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിടുവിൻ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശു പരിഹാരമായി മാറുവാൻ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുവാൻ ആഗ്രഹിച്ച് ഹൃദയമുയർത്തി, സ്വരമുയർത്തി, മനമുയർത്തി എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് സ്നേഹമാണ്, സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നവനാണ്.
അഭിഷേകം ആഗ്രഹിച്ച് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്ഥമായിട്ടിരുന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് പഠിക്കാം. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നിറവേറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. യഥാർത്ഥമായതും യഥാർത്ഥമല്ലാത്തതുമായ ആയ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് യാഥാർത്ഥ്യമല്ലാത്തത് വെടിയാൻ നമുക്ക് പറ്റുക. 6 പ്രധാനപ്പെട്ട വചനഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. ഒന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, സങ്കീർത്തനം 37 3 മുതൽ 5 വരെയുള്ള വചനഭാഗം. അവിടെ നമ്മൾ കാണുന്നത് നമ്മുടേതായ ക്രമങ്ങളൊക്കെ മാറ്റിയിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ക്രമം അത് നമ്മൾ ഏറ്റെടുത്ത് പാലിക്കണം. ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം പ്രവർത്തിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ദൈവത്തെ പ്രകീർത്തിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ അഭിലാഷങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ കർത്താവ് നിറവേറ്റിത്തരും എന്ന് സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇല്ലായ്മയിലും വേദനയിലും അസ്വസ്ഥതകളിലും നമ്മൾ തടസ്സങ്ങൾ നേരിടുമ്പോഴുമെല്ലാം ദൈവത്തെ പ്രകീർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. മറ്റൊരു കാര്യം 2 കൊറിന്തോസ് 4:16 മുതൽ വായിക്കുമ്പോൾ എൻ്റെ കാതലായ സന്ദേശം ഇതാണ്: ഞങ്ങളുടെ ബാഹ്യമനുഷ്യൻ ക്ഷയിക്കുന്നു, പക്ഷേ ആന്തരികമായി ഞങ്ങൾ നവീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നിരാശയില്ല. നമ്മൾ നിരാശപ്പെടാതെ എപ്പോഴും പ്രത്യാശയിൽ ജീവിക്കണമെങ്കിൽ ബാഹ്യമനുഷ്യൻ ക്ഷയിക്കണം. ആന്തരിക നവീകരണത്തിന് ബാഹ്യമനുഷ്യൻ ക്ഷയിക്കണം. ഒരുപാട് നമ്മൾ ബാഹ്യഭാവത്തിലും നമ്മുടെ ശരീരസുഖത്തിലുമൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എങ്കിൽ ഈ നവീകരണവും സംഭവിക്കത്തില്ല, ദൈവമഹത്വം കാണാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് പോലും കടിഞ്ഞാണിട്ടുകൊണ്ട് ബാഹ്യമനുഷ്യൻ ക്ഷയിക്കാൻ ദൈവം ഇടവരുത്തുന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നാൽ ഭഗ്നാശരാകരുത്, നിരാശരാകരുത്. ആന്തരികമായിട്ട് നമ്മൾ നവീകരിക്കപ്പെടണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. 3-ാമത്തെ വചനഭാഗം, ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നവർ സ്വയം താഴ്ത്തണം. ഇത് ലൂക്കായുടെ സുവിശേഷം 14:11 ലൂക്ക 18:14 വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരേ കാര്യം ആവർത്തിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. തന്നെ പൊക്കുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പം അതുകൊണ്ട് നമുക്ക് എളിമയോടെ കർത്താവിൻ്റെ കരത്തിന് കീഴിൽ നിൽക്കാൻ പറ്റണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നത് എന്നത് 1 പത്രോസ് 5-ാം 6 മുതൽ വായിക്കുമ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യമാണ്. കർത്താവിൻ്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിച്ചുയർത്തും. വിനീതൻ്റെ പ്രാർത്ഥനയാണ് മേഘം തുളച്ച് സ്വർഗത്തിലെത്തുക. പ്രഭാഷകൻ 35:21 വചനത്തിൻ്റെ സന്ദേശം അതാണ്: വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. അപ്പം അതുകൊണ്ട് നമ്മളെ തന്നെ താഴ്ത്താൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും എന്നുള്ളത് ഈ വചനഭാഗങ്ങൾ നമുക്ക് തരുന്ന സന്ദേശമാണ്. മറ്റൊന്ന് നമ്മൾ കാണുന്നുണ്ട്, സമൃദ്ധി കൈവരാൻ ആഗ്രഹിക്കുന്നവർ കൊടുക്കാൻ മനസ്സ് കാണിക്കണം. ലൂക്കായുടെ സുവിശേഷം 6-ാം 38 മുതൽ വായിച്ചാൽ, അതുപോലെ അപ്പസ്തോല പ്രവർത്തനം 20:35, ഇതിൻ്റെ എല്ലാം സന്ദേശം നിൻ്റെ ജീവിതത്തിൽ ദൈവം സമൃദ്ധി ചൊരിയാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ കൊടുക്കാൻ തയ്യാറാകണം. നമുക്ക് ദൈവം കൊടുക്കാൻ പറയുന്നത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനപ്രകാരം നമ്മുടെ മേൽ സമൃദ്ധി ചൊരിയും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 5-ാമത്തെ ഒരു വചനം, നാം നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താനും നമ്മൾ തയ്യാറാകണം. നമ്മൾ വിചാരിക്കുന്നത് നമ്മളായിട്ട് ഇത് രക്ഷിക്കണമെന്നാണ്. മത്തായിയുടെ സുവിശേഷം 16:25 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്,
സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്കുന്നവൻ അത് നഷ്ടപ്പെടും. സ്വജീവൻ എന്നെ പ്രതി, എൻ്റെ രാജ്യത്തെ പ്രതി നഷ്ടപ്പെടുത്താൻ നീ തയ്യാറാകുന്നെങ്കിൽ അവർക്കത് നേടിയെടുക്കാൻ പറ്റും. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമല്ല, വിശ്വാസം കൊണ്ട് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പറയുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമൃദ്ധി വേണോ, നമ്മൾ കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. അതും ദൈവം പറയുന്നത് പോലെ, ദൈവം വചനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നൽകാൻ മനസ്സുള്ളവർക്ക് സമൃദ്ധി കൈവരും എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. അവസാനമായിട്ട് ഒരു വചനം കൂടി നമുക്ക് എടുക്കാവുന്ന 6-ാമത്തെ വചനഭാഗം യാക്കോസ്ലീഹ 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. യാക്കോസ്ലീഹ 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് നീ ഭോഷനായി മാറണം. യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന്, യഥാർത്ഥത്തിൽ നമ്മൾ ജ്ഞാനികളാകുന്നത് എപ്പോഴാണ്? ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ. ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ജ്ഞാനികൾ. സങ്കീർത്തനം 14 ആദ്യത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ദൈവമില്ലെന്ന് ഭോഷനാ പറയുന്നത്. ദൈവം തേടുന്നത് ദൈവത്തെ തേടുന്ന ജ്ഞാനികളെയാണ്. അവരെ കണ്ടെത്തിയാൽ ദൈവം അവരെ അനുഗ്രഹിക്കും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പറയുന്നുണ്ട്, നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള വളർച്ചയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവിക ജ്ഞാനം. ദൈവിക ജ്ഞാനം വേണമെങ്കിൽ ദൈവത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. പ്രഭാഷകൻ 1:10 നമ്മൾ വായിക്കുന്നുണ്ട്, എത്രമാത്രം നമ്മുടെ സ്നേഹം വളരുന്നുവോ അത്രമാത്രം നമുക്ക് ജ്ഞാനം ലഭിക്കും. എത്രമാത്രം നമ്മൾ സ്നേഹത്തിൽ വളരുന്നുവോ അത്രമാത്രം നമ്മൾ സൗന്ദര്യമുള്ളവരായി മാറും. ഇത് ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. വിശുദ്ധ കുർബാനയിലേക്ക് ഒന്ന് നോക്കാം. കർത്താവേ, ഈ വചനങ്ങൾ 6 വചനങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ആ വചനങ്ങളുടെ പൊരുൾ മനസ്സിലാക്കാനുള്ള ഒരാത്മീയ ചൈതന്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ലൗകിക മനുഷ്യരെ പോലെ ചിന്തിക്കുന്നതിനേക്കാൾ ആത്മീയ മനുഷ്യരെ പോലെ ചിന്തിക്കാൻ നമ്മളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ലക്ഷ്യം ശരിയായിരിക്കണം. ആ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ഏറ്റെടുക്കുന്ന മാർഗം ശരിയായിരിക്കണം. ഇതെല്ലാം സാധ്യമാകും ദൈവിക ചിന്തകൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ. പകരം മാനുഷികമായ ചിന്തകളും ലൗകികമായ ചിന്തകളും പൈശാചികമായ ചിന്തകളും നമ്മളെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് മാപ്പി ചോദിക്കാം. കർത്താവേ, എന്നെ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ സ്വന്തമാക്കണമേ എന്ന് യാചിച്ച് നമുക്ക് ഈ ഗാനത്തിൽ പങ്കുചേരാം. ഈറനണിയുന്നു എൻ്റെ നയനങ്ങൾ, അനുതാപത്തിൻ മിഴിനീരാ ദൈവമേ, 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 നിൻ മഹാസ്നേഹത്തിൻ ഓർമ്മയുണരുമ്പോ ഈറനണിയുന്നു എൻ്റെ നയനങ്ങൾ, അനുതാപത്തിൻ മിഴിനീരാ ദൈവമേ, 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 നിൻ മഹാസ്നേഹത്തിൻ ഓർമ്മയുണരുമ്പോ ഈറനണിയുന്നു എൻ്റെ നയനങ്ങൾ. അല്പസമയം നിശബ്ദതയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യട്ടെ.
നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ദൈവസ്നേഹം നമ്മളെ വലയം ചെയ്താൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. എത്ര വലിയ വേദനകൾ നമുക്കുണ്ടെങ്കിലും ദൈവസ്നേഹം നമ്മളെ വലയം ചെയ്താൽ നമ്മൾ ആശ്വാസം അനുഭവിക്കും, ധൈര്യമുള്ളവരായിരിക്കും. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഏറ്റെടുത്ത് അങ്ങ് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒന്ന് കൊറിന്തോസ് 2:14 നമ്മൾ വായിക്കുന്നുണ്ട്, ലൗകിക മനുഷ്യർക്ക് ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ ഭോഷത്വമായി തോന്നും, ആത്മീയ മനുഷ്യർക്ക് അത് തിരിച്ചറിയാനും അംഗീകരിക്കാനും അതിൻ്റെ വില മനസ്സിലാക്കാനും പറ്റും. ആത്മീയ സൗന്ദര്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവരും ആന്തരികതയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവരും ഒരുപാട് ബാഹ്യ സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കും, അതിന് അമിത പ്രാധാന്യം കൽപ്പിക്കും, അതിനുവേണ്ടി ജീവിക്കുന്നവരായിട്ട് മാറും. നമ്മളങ്ങനെ ജീവിക്കേണ്ടവരല്ല. ലോകം ആ വഴിക്ക് പോയാലും നാം അനുകരിക്കേണ്ടത് അവരെയല്ല, ദൈവത്തെയാണ്, യേശുവിനെയാണ്. സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു 5 ലെവലിലുള്ള സൗന്ദര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഉന്നതമായ ലെവലിലേക്ക് നമ്മളെ കൈപിടിച്ചു ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും താഴ്ന്ന ലെവലിലുള്ളതാണ് ചർമ്മകാന്തി, നമ്മുടെ ബാഹ്യമായ സൗന്ദര്യം. പക്ഷെ നമ്മൾ അതിന് അമിത പ്രാധാന്യം, അതിന് മാത്രം പ്രാധാന്യം കൽപ്പിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവത്തെ അറിയാത്തവരാണ്, ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കാത്തവരാണ്. സൗന്ദര്യം നല്ലതാണ്, പക്ഷേ അതിനുപരിയായ മറ്റു പലതും ഒരു ക്രിസ്ത്യാനി, ദൈവത്തിൻ്റെ മകനും മകളും ലക്ഷ്യം വയ്ക്കണം. രണ്ടാമത്തെ ലെവലിലുള്ള സൗന്ദര്യമാണ് ആന്തരിക സൗന്ദര്യം. 1 സാമുവേൽ 16:7 നമ്മൾ കാണുന്നു, മനുഷ്യർ ബാഹ്യമായ സൗന്ദര്യത്തിന് വില കൽപ്പിക്കുമ്പോൾ, ബാഹ്യഭാവത്തിന് വില കൽപ്പിക്കുമ്പോൾ ദൈവം ആന്തരികതയ്ക്ക് വില കൽപ്പിക്കുന്നവനാണ്. കർത്താവേ, ആ ബോധ്യം ഞങ്ങൾക്കുണ്ടെങ്കിൽ ആന്തരികതയുള്ളവരാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കും. പ്രാർത്ഥിക്കുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴും ആന്തരികതയ്ക്ക് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അതിലേക്ക് ഞങ്ങളെ കൈപിടിച്ചു ചേർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ ലെവലിലുള്ള സൗന്ദര്യമാണ് വിനയം, സൽകീർത്തി എന്നിവ നമ്മുടെ മാറ്റുന്നത്. സുഭാഷിതങ്ങൾ 22:1 മുതൽ 4 വരെയുള്ള വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ സൗന്ദര്യത്തെക്കുറിച്ചാണ്. എളിമയുള്ളവര്, വിനയമുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മൾ സൗന്ദര്യമുള്ളവരാണ്. സൽകീർത്തിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് നമ്മളെങ്കിൽ നാം സൗന്ദര്യമുള്ളവരാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ നമ്മുടെ സ്വാർത്ഥമോഹങ്ങളും നമ്മുടെ സുഖജീവിതവും അത് മാത്രമാണോ ലക്ഷ്യം വെച്ച് നമ്മൾ ജീവിക്കാറുള്ളത്? നാലാമത്തെ ലെവലിലുള്ള സൗന്ദര്യമാണ് ആത്മീയ സൗന്ദര്യം. 1 പത്രോസ് 3 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ആത്മീയ സൗന്ദര്യം. ആത്മാവിനെ അണിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സൗന്ദര്യം. അങ്ങനെയുള്ളവരിൽ പ്രകടമാകുന്ന 2 കാര്യങ്ങളാണ് സൗമ്യത, ശാന്തത. ഈ സൗന്ദര്യം നമുക്കുണ്ടോ? ഇതിന് വിപരീതമായ രീതിയിലാണോ നമ്മൾ പെരുമാറാറുള്ളത്? സൗമ്യത, ശാന്തത നമുക്ക് സൗന്ദര്യമായിട്ട് മാറണം. 5ാമത്തെ ലെവലിലുള്ള സൗന്ദര്യമാണ് ദൈവിക തേജസ്. പുറപ്പാട് പുസ്തകം 34:28 മുതൽ 30 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവസന്നിധിയിലേക്ക് കയറിയ മേഘം വന്ന് ആവരണം ചെയ്തപ്പോൾ മോശയ്ക്കുണ്ടായ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു. ബാക്കിയുള്ളവർക്ക് അവനെ നോക്കി നിൽക്കാൻ പോലും പ്രയാസമായിരുന്നു. ദൈവിക തേജസ്. കർത്താവേ, ഇതിലേക്ക്
ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മുഖകാന്തിയല്ല, ദൈവിക തേജസ്, അതാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയായിട്ട് മാറേണ്ടത് അത് തന്നെയാണ്. ഈ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഒരു ആത്മീയ ചൈതന്യം നിങ്ങളിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ ശക്തി ദാസരുടെ മേൽ അയക്കണമേ. ദിവ്യകാരുണ്യ ശക്തി ഇവരിൽ നിറയട്ടെ. അതിവരിൽ സൗന്ദര്യമായി മാറട്ടെ. ആന്തരിക സൗന്ദര്യവും ആത്മീയ സൗന്ദര്യവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വില കൽപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവ് ഈ നിമിഷം അങ്ങയുടെ കരം ഉയർത്തണമേ. ഈ ദാസരെ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ ശാരീരിക രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ. ഇവരുടെ കുടുംബത്തിന് ആവശ്യമായതെല്ലാം അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ. ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ നൽകി ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കിപ്പോൾ ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.